സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാനും. അതുപോലെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മളുടെ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ഓരോ 100 പേരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്ത് അവർക്ക് ഫ്രീ പ്രീമിയം മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പം അതിലും നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക. ഇന്ന് 2023 ജൂലൈ 11 ചൊവ്വാഴ്ച നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമായിരുന്നു. നമുക്ക് ഇപ്പം ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ നോക്കാം. US മാർക്കറ്റ് ഇന്നലെ അവസാനിച്ചിരിക്കുന്നത് ഗ്രീനിലാണ്. എല്ലാ ഇൻഡെക്സുകളും ഗ്രീനിലാണ് അവസാനിച്ചത്. യൂറോപ്യൻ മാർക്കറ്റ് ആണെങ്കിൽ ഇപ്പോൾ FTSE ചെറിയൊരു റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ബാക്കി രണ്ടും ഗ്രീനിലാണ്. ഇനി ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 25-24 പോയിന്റ് ഗ്രീനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിൽ എല്ലാം തന്നെ എല്ലാ ഇൻഡെക്സുകളും ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ ഇന്നലെ $73.62 ഉണ്ടായിരുന്നു. ഇന്ന് $73.32 മാറിയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഗോൾഡ് റേറ്റ് ഇന്നലെ 1921.54 ഉണ്ടായത് 1935.34 വർദ്ധിച്ചിട്ടുണ്ട്. USD INR ഇന്നലെ 82 രൂപ 57 പൈസ ഉണ്ടായിരുന്നത് ഇന്ന് 82 രൂപ 37 കുറഞ്ഞിട്ടുണ്ട്. മേജർ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടാറ്റ കൺസ്യൂമർ, സൺഫാർമ, ശ്രീറാം ഫിനാൻസ്, IDFC ഫസ്റ്റ് ബാങ്ക്, ഏഷ്യർ മോട്ടോഴ്സ്, ഇത്രയും സ്റ്റോക്കുകൾ 2% കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയപ്പം UPL, ബന്ധൻ ബാങ്ക് ഈ 2 സ്റ്റോക്കുകൾ 2% കൂടുതൽ നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 10,840 കോടിയുടെ ബൈങ്ങോ 9,642 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 1,198 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 9,759 കോടിയുടെ ബൈങ്ങോ 9,766 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 7 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് അവരുടെ ഭാഗത്തു നിന്ന് കാഴ്ചവെച്ചത്. എന്തായാലും 1,191 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുട്ട് കോൾ റേഷ്യോ, നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്നലെ 0.98 ഉണ്ടായിരുന്നത് ഇന്ന് 1.07 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഒരു ബുള്ളിഷ് എന്ന ഒരു മോഡിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഇനി സ്പോട്ട് പ്രൈസ് 19,439 ട്രേഡിംഗ് നടക്കുമ്പോൾ അവിടെ നിന്നും 77 പോയിന്റ് മുകളിലായിട്ട് 19,516 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്നലെ 0.71 ഉണ്ടായിരുന്നത് വീണ്ടും താഴോട്ട് പോയിരിക്കുകയാണ്. 0.67 ആയിട്ട് ബെയറിഷായി മാറിയിട്ടുണ്ട്. സ്പോട്ട് പ്രൈസ് 44,745 ട്രേഡിംഗ് നടക്കുമ്പോൾ 169 പോയിന്റ് മുകളിലായിട്ട് 44,914 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 169 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പാണ് ഇവിടെ ഉള്ളത്. എക്സ്പയറിക്ക് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വലിയൊരു ഗ്യാപ്പ് വരുന്നതിൻ്റെ അർത്ഥം മാർക്കറ്റ് തിരിച്ച് കയറാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമ്മളിവിടെ കരുതേണ്ടത്. കാരണം സ്പോട്ട് പ്രൈസ് 745 നിൽക്കുമ്പോൾ അവിടെ നിന്ന് 169 പോയിന്റ് മുകളിലായിട്ട് ഫ്യൂച്ചറിൽ നല്ല ലോങ് ബിൽഡപ്പ് നടക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട്. സെക്ടറൽ ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ഫിൻ സർവീസസ്, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി കമ്മോഡിറ്റീസ് ഇത്രയും സെക്ടറുകൾ ഇന്ന് നെഗറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത്. മീഡിയ, CPSE, ഇൻഫ്ര, കൺസപ്ഷൻ, മിഡ് ക്യാപ്പ്, IT ഇതൊക്കെ തന്നെ ഇന്ന് പോസിറ്റീവിലാണ് അവസാനിച്ചിട്ടുള്ളത്. നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ ഇനി അങ്ങോട്ട് ഈ മാസത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട ആഴ്ചയാണ്. അപ്പോൾ ഈ ആഴ്ച മുതൽ പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം തന്നെ അവരുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ആഴ്ചയാണ് വരാൻ പോകുന്നത്. സോ നാളെ ബുധനാഴ്ച 12-ാം തീയതി ജൂലൈ 12-ന് ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, HCL ടെക്നോളജീസ്, നാഷണൽ സ്റ്റാൻഡേർഡ് ഇന്ത്യ ലിമിറ്റഡ്, ആനന്ദ് രതി വെൽത്ത് ലിമിറ്റഡ്, സ്റ്റീൽ സ്ട്രിപ്സ് വീൽ ലിമിറ്റഡ്, പഞ്ച് പൈസ ക്യാപിറ്റൽ ലിമിറ്റഡ്, സ്പെക്ട്രം ടാലന്റ് മാനേജ്മെന്റ് ലിമിറ്റഡ്, ആർട്സൺ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്, AKI ഇന്ത്യ ലിമിറ്റഡ്, പ്രഷർ സെൻസിറ്റീവ് സിസ്റ്റംസ് ഇന്ത്യ ലിമിറ്റഡ്, ഹാത്വേ ഭവാനി കേബിൾസ്, കേബിൾടെൽ ആൻഡ് ഡാറ്റാകോം ലിമിറ്റഡ്, സനത് നഗർ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് ഇത്രയും കമ്പനികളാണ് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വലിയ വലിയ കമ്പനികളുടെ റിസൾട്ടാണ് ഇനിയുള്ള ആഴ്ചകളിൽ വരാൻ പോകുന്നത്. കോർപ്പറേറ്റ് ആക്ഷൻ, അതായത് ജൂലൈ 18 ചൊവ്വാഴ്ചയിൽ കോർപ്പറേറ്റ് ആക്ഷൻസ് ഉള്ള കമ്പനികൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ആൻമോൾ ഇന്ത്യ ലിമിറ്റഡ് ബോണസ് കൊടുക്കുകയാണ്. 4:1 എന്ന റേഷ്യോയിൽ 4 സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർക്ക് 1 സ്റ്റോക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പരിപാടിയാണ്. ആശാപുരി ഗോൾഡ് ഓർണമെൻറ്റ് ലിമിറ്റഡ് അവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ആവുകയാണ്. ഒരു സ്റ്റോക്കിന്
സ്പ്ലിറ്റ് ഫ്രം 10 to rupees 1. അതായത് ഒരു സ്റ്റോക്കിന് 10 ആയിട്ടാണ് അവർ സ്പ്ലിറ്റ് ചെയ്യുന്നത്. DCM ശ്രീറാം ലിമിറ്റഡ് 3 രൂപ 60 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഓറിയന്റ് ബെൽ ലിമിറ്റഡ് 1 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. പൂനൽവാല ഫിൻ കോർപ്പറേഷൻ ലിമിറ്റഡ് 2 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. പ്രിസിഷൻ ക്യാം ഷാഫ്റ്റ്സ് ലിമിറ്റഡ് 1 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. TTK ഹെൽത്ത് കെയർ ലിമിറ്റഡ് 10 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. UTI അസറ്റ് മാനേജ്മെന്റ് കമ്പനി 22 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. നാളെ വരാനുള്ള മേജർ ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ UK BOE ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്, UK BOE GOV ബെയ്ലി സ്പീക്സ്, ജർമ്മൻ 10-year ബണ്ട് ഓപ്ഷൻ, ബണ്ടാണോ ബോണ്ടാണോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടൊരു ധാരണയില്ല. ഇന്ത്യ CPI നാളെയാണ്. ഇന്ത്യ CPI, US CPI നാളെയാണ്. US ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ്, US കുഷിംഗ് ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ്, US വാസ്ഡേ റിപ്പോർട്ട്, US 10-year നോട്ട് ഓപ്ഷൻ, US ബേജ് ബുക്ക്. ഇത്രയും ഗ്ലോബൽ ഈവൻറ്റ്സ് ആണ് നാളെ വരാനുള്ളത്. ഇതിലെന്തായാലും നമ്മുടെ ഇന്ത്യ CPI എന്ന ഇന്ത്യൻ ഈവൻറ്റ് കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 19,355 നിന്ന് 71 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 19,427 ഇന്ന് ആരംഭിച്ചത്. 19,515 ഡേ ഹൈയും 19,406 ഡേ ലോയും വന്നത് വഴി 109 പോയിന്റിൻ്റെ അഥവാ 0.56% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 19,427 നിന്ന് 12 പോയിന്റ് മുകളിലായിട്ട് 19,439 അഥവാ ഇന്നത്തെ ക്ലോസിംഗിൽ നിന്ന് 84 പോയിന്റ് മുകളിലായിട്ടാണ് ഇന്ന് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. സെൻസെക്സ് ഇന്നലെ അവസാനിച്ച് 65,344 നിന്ന് 254 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 65,598 ഇന്ന് ആരംഭിച്ചു. 65,870 ഡേ ഹൈയും 65,517 ഡേ ലോയും വന്നത് വഴി 353 പോയിന്റിന് അഥവാ 0.54% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 65,598 നിന്ന് 19 പോയിന്റ് മുകളിലായിട്ട് 65,617 അഥവാ ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 274 പോയിന്റ് മുകളിലായിട്ടാണ് സെൻസെക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഫിയർ ഇൻഡെക്സ് എന്ന് പറയുന്ന വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഇന്ന് 3.93% വൊളാറ്റിലിറ്റി കുറഞ്ഞുകൊണ്ട് 11.01 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 44,860 നിന്ന് 137 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 44,998 ഇന്ന് ആരംഭിച്ചത്. 45,139 ഡേ ഹൈയും 44,663 ഡേ ലോയും വന്നത് വഴി 477 പോയിന്റിന് 1.06% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച് 44,998 നിന്ന് 253 പോയിന്റ് താഴെയായിട്ട് 44,745 ഇന്ന് ബാങ്ക് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 116 പോയിന്റ് താഴെയായിട്ടാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച് 20,057 നിന്ന് 55 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 20,112 ഇന്ന് ആരംഭിച്ചത്. 20,201 ഡേ ഹൈയും 19,940 ഡേ ലോയും വന്നത് വഴി 261 പോയിന്റിന് 1.3% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 20,112 നിന്ന് 143 പോയിന്റ് താഴെയായിട്ട് 19,969 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 88 പോയിന്റ് താഴെയായിട്ടാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. BSE ബാങ്ക് എക്സ് ഇന്നലെ അവസാനിച്ച 50,630 നിന്ന് 126 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 50,756 ഇന്ന് ഓപ്പൺ ആയത്. 50,901 ഡേ ഹൈയും 50,352 ഡേ ലോയും വന്നത് വഴി 549 പോയിന്റിന്റെ 1.08% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 50,756 നിന്ന് 306 പോയിന്റിന്റെ ഇന്ന് ആരംഭിച്ച 50,756 നിന്നും 306 പോയിന്റ് താഴെയായിട്ട് 50,450 ഇന്ന് ബാങ്ക് എക്സ് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 181 പോയിന്റ് താഴെയായിട്ടാണ് ഇന്ന് ബാങ്ക് എക്സ് അവസാനിച്ചിരിക്കുന്നത്. ലെവൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ആരംഭിച്ചത് നോ ട്രേഡ് സോണിൻ്റെ മുകളിലായിട്ട് യെസ്റ്റർഡേ ഹൈയിലാണ്, ഏകദേശം അതിൻ്റെ അടുത്തായിട്ടാണ് ഓപ്പൺ ആയത്. ദെൻ ഇന്ന് ഡേ ഹൈ വരുന്നുള്ള ആ ലെവൽ കട്ട് ചെയ്തിട്ട് R1 പോയി അവിടെ നിന്ന് റിജക്ഷനായി തിരിച്ച് ഓപ്പൺ ആയ സ്ഥലത്തേക്ക് തന്നെ വന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വലിയൊരു സംഭവമായിട്ട് നമുക്ക് പറയാനുള്ള. മറ്റൊന്നും തന്നെ ഇന്ന് വലിയൊരു കാര്യമായ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കോൾ സൈഡിലേക്ക് ഒരു ടാർഗറ്റും പുട്ട് സൈഡിലേക്ക് ഒരു ടാർഗറ്റും കൊടുക്കുന്ന രീതി രണ്ട് മൂവ്മെൻറ്റ് പ്രോപ്പറായിട്ട് ഇന്ന് നിഫ്റ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരല്പം കൂടി വിശാലമായ ഒരു രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആണ് കിട്ടിയത്. കാരണം നോ ട്രേഡ് സോണിൻ്റെ മുകളിലായിട്ട് ഓപ്പൺ ആയി R1 പോയി ഇന്ന് ഡേ ഹൈ വരും എന്ന് പറഞ്ഞിരുന്ന ആ എക്സാക്ട് ലെവലിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവിടുന്ന് റിജക്ഷൻ ഉണ്ടായി നേരെ താഴോട്ട് വന്നിട്ട് 1, 2, 3ാമത്തെ ലെവലിൽ അല്ലെങ്കിൽ 2 ടാർഗറ്റുകൾ പ്രോപ്പറായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു മൂവ്മെൻ്റ് ആണ് അത് ബാങ്ക് നിഫ്റ്റി ഇന്ന് കൊടുത്തിട്ടുള്ള. അത്യാവശ്യം എല്ലാവരും തന്നെ നല്ല പ്രോഫിറ്റിലായിട്ടുണ്ട് എന്ന് കരുതുന്നു.
നിഫ്റ്റിയും അതേപോലെ ബാങ്ക് നിഫ്റ്റിയുടെ അതേ രീതിയിൽ തന്നെയാണ് മൂവ്മെൻറ്റ് കൊടുത്തത്. കാരണം ഇന്ന് ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ലെവലിൽ നിന്നാണ് ഫോൾ വന്നിട്ടുള്ളത്. ഏകദേശം യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് കുറച്ച് മുമ്പേ ആയിട്ടാണ് ഇത് സംഭവം നടന്നത്. 12 മണി 12:30 ആകുമ്പോഴത്തേനും ഫോൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പിന്നീട് അതൊന്ന് കൺസൾട്ടേഷനിലേക്ക് പോയെങ്കിലും അതായത് യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന എക്സാക്റ്റ് ആ ടൈമിൽ ഫോൾ പ്രോപ്പർലി കൺഫേം ആയിട്ട് താഴോട്ട് നല്ല സ്പീഡിൽ ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മളിന്ന് കണ്ടത്. സെൻസെക്സിലാണെങ്കിലും നിഫ്റ്റിയുടെ അതേ മൂവ്മെൻ്റ് ആണ് കൊടുത്തത്. കാരണം R1 മുകളിലായിട്ട് ഓപ്പണായി R2 R3 പോയി അവിടെ നിന്ന് മുകളിലോട്ട് ചെറുതായിട്ട് പൊങ്ങി, പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ താഴോട്ട് വന്ന് ഓപ്പൺ ആയത് ആ സ്ഥലത്ത് തന്നെ വന്നിട്ട് ക്ലോസ് ആവുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ഉണ്ടായത്. വലിയ സംഭവങ്ങളൊന്നും മാർക്കറ്റിൽ ഇന്ന് ഉണ്ടായില്ല. എന്തായാലും ഓവറോൾ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റി ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഇവിടെ മോർണിംഗിൽ ഉണ്ടായിരുന്ന ആ ഒരു റിജക്ഷൻ അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ സെഷനിൽ താഴോട്ട് 2 പ്രാവശ്യം 19,330 ടച്ച് ചെയ്തിട്ട് റിജക്ഷൻ വന്ന് മുകളിലോട്ട് കയറിയത് ആ ഒരു റിവ്യൂ അല്ലെങ്കിൽ ആ ഒരു അവലോകനം വളരെ കൃത്യമായിരുന്നു. കാരണം ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് ഓപ്പണിങ്ങിൽ നല്ലപോലെ മുകളിലോട്ട് പോയി. പക്ഷേ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. മാർക്കറ്റ് 19,400 അതായത് 19,500 മുകളിൽ ആ ഒരു ലെവൽ ടച്ച് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തിരിച്ചിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് നമ്മൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിഫ്റ്റിക്ക് ഇനിയുള്ള ഒരു ടാർഗറ്റ് 19,564 അത് കഴിഞ്ഞാൽ ഈ മാസം അച്ചീവ് ചെയ്യേണ്ടത് 19,828 ഈ ഒരു ലെവലിലേക്കാണ് നിഫ്റ്റി യാത്ര ചെയ്യുന്നത്. എന്തായാലും നാളെ ഞാൻ പ്രതീക്ഷിക്കുന്നത് മോസ്റ്റ് പ്രോബബ്ലി ഇത് ഈ 560 ടച്ച് ചെയ്യും എന്നാണ്. 564 നാളെ ടെസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് താഴോട്ട് പോകാനുള്ളതാണെങ്കിൽ ഇന്ന് തന്നെ അതിന് താഴോട്ട് പോകാമായിരുന്നു. മാർക്കറ്റ് ഇത്രയും മുകളിലോട്ട് കയറിയിട്ട് വീണ്ടും താഴോട്ട് പോകണോ എന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ മൂവ്മെൻ്റ് എല്ലാം തന്നെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തപ്പോൾ അവർ മാർക്കറ്റിനെ മുകളിലോട്ട് പൊക്കിയിട്ടുണ്ട്. സോ ഇനി അതിനെ താഴോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ അവർക്ക് അതിനെ താഴോട്ട് കൊണ്ടുപോകാമായിരുന്നു. ഫർദർ ഒരു ഫോൾ ഇന്ന് കൊടുത്തിട്ട് താഴോട്ട് കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് ആഗ്രഹിക്കുന്നില്ല. അവർ മാർക്കറ്റിനെ മുകളിലോട്ട് പൊക്കിയിട്ട് ഒരു ടാർഗറ്റിൽ എത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സോ ഇവിടെ ഈ ഒരു ലെവലിന് 330 ക്രോസ് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു. ഇനി 564 ടെസ്റ്റ് ചെയ്യാണ് വേണ്ടത്. ആ ഒരു ടാർഗറ്റിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ദെൻ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് അതിൻ്റെ ഫോൾ കൺഫേം ആയിട്ടുണ്ട്. ഇനി അതിനകത്ത് അധികം വലിയൊരു എന്ന് വെച്ച് ഒത്തിരി താഴോട്ട് പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നാളെയും നമ്മൾക്ക് നോക്കാനുള്ളത് ഇന്നത്തെ ഡേ ലോ, അതായത് 44,686 എന്ന ഈ ഒരു ലെവലിനെ 44,686 ഇന്ന് വന്നിരിക്കുന്ന ഈ ഒരു ലെവലിനെ നാളെ കട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, അതായത് ഈ മന്ത്ലി ടാർഗറ്റിനെ സപ്പോർട്ടിനെ കട്ട് ചെയ്ത് താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫർദർ ഫോൾ പ്രതീക്ഷിക്കേണ്ടി വരും. അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഇതേപോലെ തന്നെ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ വീണ്ടും ഉണ്ടാക്കിയിട്ട് പിന്നെ കയറി മുകളിലോട്ട് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ നാളെ നമ്മൾ നോക്കി കാണേണ്ടത് 44,686 എങ്ങനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ അല്ല അതിനെ കട്ട് ചെയ്ത് താഴോട്ട് പോകുന്നുണ്ടോ എന്നാണ്. എന്തായാലും മാർക്കറ്റ് 44,290 234 ഈ പ്രാവശ്യത്തെ ഏറ്റവും ലോവർ സൈഡിലേക്ക് പോകാൻ സാധ്യതയുള്ളത്. ഇവിടെ നിന്നൊക്കെ തന്നെ കൈവിട്ട് പോയാലും ഇവിടെ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി വരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം. സോ ബാങ്ക് നിഫ്റ്റിക്ക് ഈ മാസം അച്ചീവ് ചെയ്യാനുള്ള ടാർഗറ്റ് ഇവിടെയാണുള്ളത് 46,238 46,238 ഇവിടെ ഇത്രയും താഴെ പോയാലും ബാങ്ക് നിഫ്റ്റി ഇവിടെ വന്ന് ഈ മാസം ടച്ച് ചെയ്യും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. സോ ഇനി നമുക്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് നല്ല രീതിയിൽ താഴോട്ട് പോയിട്ടുണ്ട്, അത്യാവശ്യം അത് പോയിട്ടുണ്ട്. സോ നിഫ്റ്റി ഇവിടുന്ന് ഇന്ന് കണ്ടില്ലേ ഈ ഒരു 19,965 നല്ല സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സോ ബാങ്ക് നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ 965 നാളെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. ഫർദർ ഫോൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്ന് വെച്ചാൽ ഒത്തിരി ഒന്നും പോവില്ല. 19,732 697 732 ലെവലിൽ പോയിട്ട് സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലോട്ട് തന്നെ വരും. ഇനി അതല്ലെങ്കിൽ ഇവിടുന്ന് നാളെ ഈ 965 നിന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് കയറും. എന്തായാലും 20,432 500 എന്നുള്ള ഈ ഒരു സോൺ കടന്നു പോകാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഒരു നോട്രേറ്റ് സോൺ പോലെ തന്നെ ഒരു 2 റെസിസ്റ്റൻസ് ലൈൻസ് അടുത്തടുത്ത് വരുന്ന ഒരു സോണാണത്. ഇനി നമുക്ക് സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സിൽ ഇവിടെ സെൻസെക്സിന് അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റിൻ്റെ ഓൾമോസ്റ്റ് അടുത്ത് വരെ ഇന്നും എത്തിയിട്ടുണ്ട്. ബട്ട് അത് നാളെയോ മറ്റന്നാളോ
ഈ ഒരു ടാർഗറ്റിന് 65,948 ടെസ്റ്റ് ചെയ്തിട്ട് സെൻസെക്സ് ഈ മാസം എത്തിപ്പെടേണ്ടത് 66,874 അവിടെ എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ ഒരു റെസിസ്റ്റൻസ്, ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത് 65,948 അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിജക്ഷൻ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.